നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കണമെന്ന് കെ ശാന്തകുമാരി MLA. ഇതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. വാടാനം കൃഷിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഗതാഗതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ യാത്രാക്ലേശത്തിന് സത്വര പരിഹാരം കാണണമെന്ന ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. കുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ യുവതിക്കു നേരെ ആക്രമണം. അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. പാലക്കാട് ജില്ലയിൽ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴാനുള്ള സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. 2024 വൈദ്യുതി സുരക്ഷാ അവാർഡ് പാലക്കാട് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്. ദേശമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കാനുള്ള നടപടി ഊർജിതമാക്കണമെന്ന് 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ശാന്തകുമാരി MLAയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി സഭയെ അറിയിച്ചു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കാനായി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട നിയമസഭാ ചോദ്യോത്തരവേളയിൽ കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി സബ്മിഷൻ ഉന്നയിച്ചു. എന്റെ ചോദ്യം സർ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഈ പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരാശയം ഫലപ്രദമായി നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലേ? അതിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് വിശദീകരിക്കാം. 2 വർഷം മുൻപ് സമഭാവനയുടെ സൽക്കലാശാലകൾ എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ജെൻഡർ ജസ്റ്റിസ് ക്ലബ് തുടങ്ങാൻ നിർദ്ദേശം നൽകി. കലാലയങ്ങളിൽ വിമൻ ജസ്റ്റിസ് ഫോറം തുടങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി നടപ്പിലാക്കാനായി കോളേജുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം കോളേജുകളെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കും. നിലവിൽ മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് തുടങ്ങിയപ്പോൾ സമൂഹത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ നിന്നാണ് വിമർശനമുയർന്നത്. അത്തരം വിമർശനങ്ങളെ ഒന്നും സർക്കാർ ഭയപ്പെടുന്നില്ലെന്നും സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു സഭയെ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ മഹാരാജാസ് കോളേജിൽ ഒരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് സംവിധാനം ചെയ്തതുമായിട്ട് ഇന്ന് ഡിബേറ്റുകൾ നടന്നു വരികയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ. പൊതുവെ പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമൊക്കെ അനുകൂലമായ നിലയിൽ സമഭാവനയുടേതായ ഒരു അന്തരീക്ഷം, ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുകൊടുക്കുന്ന ഒരു അന്തരീക്ഷം കലാലയങ്ങളിൽ ഉണ്ടാകുന്നതിനു വേണ്ട പ്രോത്സാഹനങ്ങളും പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട്. STV ന്യൂസ് ഡെസ്ക്. കുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ സ്ത്രീയെ അയൽവാസി ആക്രമിച്ചതായി പരാതി. കൊൽക്കത്ത സ്വദേശിയായ നിർമ്മല ദേവിക്കാണ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്ക് അടിയേറ്റത്. കുളപ്പുള്ളിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളിയായ സ്ത്രീക്ക് നേരെ വെള്ളിയാഴ്ച രാവിലെ 7:30യോടെയാണ് അയൽവാസിയുടെ ആക്രമണമുണ്ടായത്. ഒരേ ലൈനിലുള്ള 3 വീടുകൾക്കായി ഒരു പൊതുപൈപ്പ് മാത്രമാണ് ഉള്ളത്. ഇതിൽ നിന്ന് വെള്ളമെടുക്കുമ്പോഴായിരുന്നു യുവതിക്കു നേരെ ആക്രമണം. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ അയൽവാസിയായ ജയകൃഷ്ണനെ ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊൽക്കത്ത സ്വദേശിനിയായ നിർമ്മല ദേവിക്കാണ് പരിക്കേറ്റത്. ഇവരുടെ തലയിൽ 8ഓളം സ്റ്റിച്ചുണ്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മലാദേവി ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലയിൽ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രദ്ധ ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റുള്ള സാഹചര്യത്തെ നേരിടാൻ ജില്ലാ ഭരണകൂടം പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയുമില്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്.
കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കണം. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ KCBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം. തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KCB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കണമെന്നും പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കണമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകൾ സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് കർഷകർ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിശ്ശിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. പട്ടാമ്പി കൊളപ്പുള്ളി പാതയിൽ വാടാനംകുറിശ്ശി ഗേറ്റ് പരിസരത്താണ് വലിയ തോതിൽ റോഡ് തകർച്ച നേരിട്ടിരിക്കുന്നത്. വാഹനയാത്ര ദുസ്സഹമായ സാഹചര്യത്തിൽ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓങ്ങല്ലൂർ വാടാനംകുറിശ്ശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടത്തിയത്. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രൂപേഷ്, PT സലീം തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വൈദ്യുതി സുരക്ഷാ അവാർഡ് 2024 പാലക്കാട് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്. തിരുവനന്തപുരം സത്യൻ സ്മാരക ഹാളിൽ സംസ്ഥാനതല വൈദ്യുത സുരക്ഷാ വാരം ഉദ്ഘാടന പരിപാടിയിൽ വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി പുരസ്കാരം സമർപ്പിച്ചു. പൊതുജനങ്ങളിലേക്ക് കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിനുകളും നടത്തി വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ ഓഫീസിനുള്ള വൈദ്യുതി വകുപ്പിന്റെ സംസ്ഥാന വൈദ്യുതി സുരക്ഷാ അവാർഡ് 2024 പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സന്തോഷ് KT, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൌഫൽ തുടങ്ങിയവർ വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ചു. 2022-24 കാലയളവിൽ പാലക്കാട് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ 48ഓളം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിരുന്നു. 8000ഓളം ആളുകളിലേക്ക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു. കുടുംബശ്രീ, ഗ്രാമസഭ, വയർമാൻ കൂട്ടായ്മകൾ, KCB ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലകളിലേക്കും വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ജില്ലയിലെ 2022-23 വർഷത്തേക്കാൾ 30% വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി ദേശമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു വീണു. ദേശമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡ് കുറുവാളിമഠം വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 70 വയസ്സുള്ള നളിനിയുടെ വീടാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നു വീണത്. ആരെയും ആശ്രയിക്കാനില്ലാതെ വീട്ടിൽ തനിച്ച് താമസിച്ചു വരുന്ന നളിനി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഭർത്താവ് 3 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. മക്കളോ മറ്റു ബന്ധുക്കളോ ഇല്ലാത്ത നളിനി വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇവർ വീട് വിട്ട് പുറത്തിറങ്ങാറില്ല. ലഭിക്കുന്ന പെൻഷൻ പണവും അയൽവാസികളായ സുമനസ്സുകളുടെ കാരുണ്യത്തിലുമാണ് ജീവിക്കുന്നത്. 2 വർഷം മുൻപ് ഭാഗികമായി തകർന്ന വീട് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി താമസിക്കാൻ സാധിക്കുന്ന രീതിയിൽ സജ്ജമാക്കി നൽകിയിരുന്നു. അതിദരിദ്ര കുടുംബത്തിൽ ഉൾപ്പെടുത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വീട് അനുവദിച്ചിട്ട് മാസങ്ങളായി. എന്നാൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ജനറൽ വിഭാഗത്തിൽ പെട്ടതല്ലെന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ അധികൃതരുമായി സഹകരിക്കാത്തതിനാലാണ് കാലതാമസം നേരിട്ടതെന്നും 2 വർഷത്തോളമായി ഇവർക്ക് വേണ്ട ഭക്ഷ്യധാന്യ കിറ്റ്, വസ്ത്രം, മരുന്നുകൾ എന്നിവ നളിനിയുടെ വീട്ടിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നുണ്ടെന്നും വാർഡ് മെമ്പർ സംഗീത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാഴക്കോട് ഇന്ദിരാജി റോഡിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ കാട്ടുപന്നി ചത്ത സംഭവത്തിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ് SI വിനയചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ബോംബ് സ്ക്വാഡ് SI വിനയചന്ദ്രൻ, CPOമാരായ ശബരീഷ്, അഭയഘോഷ്, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ ബോംബ് സ്ക്വാഡ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചത്. തൃശൂരിൽ നിന്നും എത്തിയ ഡോഗ് ഹാൻഡിലർ ഷിൻഡോയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയുടെ തല ചിതറിയ നിലയിൽ കണ്ടെത്തിയ സ്ഥലത്തും പരിശോധന നടത്തി. വടക്കാഞ്ചേരി SI MP രാജേഷ്, അഡീഷണൽ SI ഹുസൈൻ RVK, CPO അനുരാജ്, ഹോംഗാർഡ് എന്നിവരും മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ R ദിനേശൻ, TV പ്രവീൺ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസും മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP ജയപ്രസാദിന്റെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. പോലീസും ഫോറസ്റ്റും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശമംഗലം തലശ്ശേരി ബനാത്ത് യത്തീംഖാനയിലെ MSA വുമൻസ് കോളേജിലെ ഫാളില 6ാം ബാച്ചിന്റെയും ഫളീല 4ാം ബാച്ചിന്റെയും PPTTCയുടെയും ക്ലാസുകൾക്ക് തുടക്കമായി. യത്തീംഖാന അഗതി മന്ദിരത്തിൽ നടന്ന ചടങ്ങ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം MV ഇസ്മായിൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യത്തീംഖാന പ്രസിഡന്റ് PTP തങ്ങൾ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി.
പാണക്കാട് സൈദത്ത് സുൽഫത്ത് ബീവി സനദ്ദാനം ചടങ്ങ് നിർവഹിച്ചു. ഫാളില സംസ്ഥാന കോർഡിനേറ്റർ ഫഹദ് ഫൈസി അൽ ബുർഹാനി, മുഫത്തിഷ് സലീം അൻവരി കയറാടി, ബഷീർ ഫൈസി ദേശമംഗലം, അബ്ദുള്ള കോയ തങ്ങൾ, KM മുഹമ്മദ്, അജ്മൽ ഫൈസി, ഷഹീർ ദേശമംഗലം, CM അബൂബക്കർ, ഹൈദ്രോസ്, അബ്ദുൾ റഹ്മാൻ വറവട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. യത്തീംഖാന സെക്രട്ടറി ഹംസ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി TM ഹംസ മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2024-25 വർഷത്തെ ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റായി റോട്ടേറിയൻ സുനിൽ അമ്മാത്ത്, സെക്രട്ടറിയായി റോട്ടേറിയൻ K സതീഷ് നായർ, ട്രഷററായി റോട്ടേറിയൻ MGK മേനോൻ എന്നിവർ ജൂൺ 30 വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സ്ഥാനമേൽക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം ബ്ലോസം എന്ന പ്രമേയത്തിലൂന്നിയാണ് റോട്ടറി ക്ലബ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക, പെൺകുട്ടികളുടെ ഉൾപ്പെടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന സഹായം, മാലിന്യ നിർമ്മാർജ്ജനം, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള സഹായം, സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കൽ, വയോജന സംരക്ഷണം, മെഡിക്കൽ ക്യാമ്പുകൾ, പൊതുവായനശാലകൾക്കുള്ള സഹായം, ജൈവ കൃഷി, മാതൃസംരക്ഷണം, ശിശു സംരക്ഷണം, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, നേത്ര സംരക്ഷണം എന്നിവയിൽ ഊന്നിയാണ് റോട്ടറി ക്ലബ് പ്രവർത്തിക്കുകയെന്ന് സുനിൽ അമ്മാത്ത്, K സതീഷ് നായർ, CP ബൈജു, R മധുസൂദനൻ, K രാജ്മോഹൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ടീം എന്ന് പറയുന്നത് ബ്ലോസം എന്ന ടീമിനെ ബേസ് ചെയ്താണ് റോട്ടറി പ്രവർത്തിക്കുക. അതിൽ ടീം എന്ന് പറഞ്ഞാൽ ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസം, രക്തദാനം, ബ്ലഡ് ഡൊണേഷൻ, പിന്നെ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇക്കണോമി, പിന്നെ ലീഗൽ അസിസ്റ്റൻസ്, പിന്നെ ലൈബ്രറി അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ ഓന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ ജൂലൈ 10 നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടിന്റെ കാൽനാട്ടിൽ കർമ്മം നടന്നു. ക്ഷേത്രം തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി, പ്രസാദ ഊട്ട് ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. പുനഃപ്രതിഷ്ഠാ ദിനമായ ജൂലൈ 10 ബുധനാഴ്ച ക്ഷേത്രത്തിൽ നവകം പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ, പ്രസാദ ഊട്ട് എന്നിവ നടക്കും. രാമകൃഷ്ണൻ എമ്പ്രാന്തിരി കാൽനാട്ടിൽ ചടങ്ങിനുള്ള പൂജകൾക്ക് നേതൃത്വം നൽകി. മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രൻ ഉണ്ണി, പ്രസാദ ഊട്ട് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, കൺവീനർ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നടത്തിവരുന്ന ഭഗവതിയുടെ പിറന്നാൾ ആഘോഷം ജൂലൈ 10 ബുധനാഴ്ച സമുചിതമായി ആഘോഷിക്കാൻ കൂടിയ യോഗം അതിൻ്റെ 14ാമത്തെ കർമ്മമാണ് ഇപ്പോൾ നടന്നത്. ഇതുവരെ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളും, ഈ വർഷമല്ല എല്ലാ ഭക്തജനങ്ങൾക്കും മാനേജിംഗ് ട്രസ്റ്റി എന്നുള്ള എനിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രതിഷ്ഠാപന പ്രസാദത്തെ ഭഗവതിയുടെ സഹായത്താൽ, എല്ലാ ഭഗവതിയുടെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി നടക്കുമെന്നും ഭംഗിയായി നടത്തിത്തരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്നും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കണമെന്ന് K ശാന്തകുമാരി MLA. ഇതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. വാടാനം കൃഷിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഗതാഗതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ യാത്രാക്ലേശത്തിന് സത്വര പരിഹാരം കാണണമെന്ന് ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. കുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ യുവതിക്കു നേരെ ആക്രമണം. അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. പാലക്കാട് ജില്ലയിൽ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴാനുള്ള സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്.
2024 വൈദ്യുതി സുരക്ഷാ അവാർഡ് പാലക്കാട് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്. ദേശമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.